പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വഹാബ് സഖാഫി മമ്പാട് എന്ന് പറയുന്ന മുസ്ലിയാരുടെ പ്രസംഗങ്ങളിലെ തട്ടിപ്പുകളും വെട്ടിപ്പുകളും ദുർവ്യാഖ്യാനങ്ങളും കട്ടുവെക്കലുകളുമാണ് നമ്മൾ പുറത്തു കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കൊണ്ടുവന്ന് പോസ്റ്റുകയുണ്ടായി. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജനാസയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉദ്ധരിക്കപ്പെട്ട ഒരു സംഗതിയായിരുന്നു അത്. പച്ച നുണയാണ് എന്നുള്ളത്, കള്ളന്മാർ ഉദ്ധരിച്ചതാണ് എന്നുള്ളത് മത്തിനും അതെ, അതുപോലെ തന്നെ സനദിൽ കള്ളന്മാരുണ്ട്, മത്തിനിലും കള്ളമുണ്ട് എന്ന് വളരെ വ്യക്തമായിക്കൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ ഒരു റിപ്പോർട്ട് കൊണ്ടുവന്നിട്ടാണ് ഇവരുടെ ജാറ വ്യവസായം അരക്കിട്ടുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തെളിവായിട്ട് ഉദ്ധരിച്ചത്. നമ്മൾ അവിടെ വെച്ചുകൊണ്ട് തന്നെ പിടിച്ചു, വെല്ലുവിളിക്കുകയും ചെയ്തു. നിനക്ക് ധൈര്യമുണ്ടോ ഇതൊന്ന് ഞങ്ങളുടെ മുമ്പിൽ വന്ന് ചർച്ച ചെയ്യാൻ? കാമാന്ന് മിണ്ടിയില്ല. അതുപോലെ തന്നെ പിന്നെ അവൻ വിട്ടത് രാമന്തളിയിലേക്കാണ്. രാമന്തളിയിൽ പോയിട്ട് ബഹുമാനപ്പെട്ട ഹുസൈൻ സലഫിക്ക് മറുപടി പറയുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോ അദ്ദേഹത്തിന്റെ ചില ക്ലിപ്പുകളിൽ നിന്ന് 15 സെക്കൻഡും 20 സെക്കൻഡും 3-4 സെക്കൻഡുകൾ വരെ ഒക്കെ ഇട്ടിട്ട് ഇവൻ മറുപടി പറയുകയാണ്. അപ്പോൾ അവിടെ ബഹുമാനപ്പെട്ട ഹുസൈൻ സലഫി പറഞ്ഞു, ശുഹദാക്കളെയോ ഔലിയാക്കളെയോ അമ്പിയാക്കളെയോ ഒരിക്കലും തന്നെ ഞങ്ങൾ എന്ത് ചെയ്യുകയില്ല, കുറ്റം പറയുകയില്ല. മറിച്ച് ഞങ്ങൾ അവരോടൊന്നും തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറ്റുകയില്ല, വിളിച്ചു പ്രാർത്ഥിക്കാൻ പറ്റുകയില്ല എന്ന് മാത്രമാണ് പറയുന്നത് സഹോദരങ്ങളെ എന്ന് പറഞ്ഞപ്പോ ഇവൻ പറയുകയാണ്, അങ്ങനെ ഒരു തർക്കം നമുക്ക് ഇടയിൽ ഇല്ല. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ, പ്രാർത്ഥിക്കാൻ പറ്റുകയില്ലേ എന്ന് പറയുന്ന ഒരു തർക്കം നമുക്കിടയിൽ ഇല്ല എന്ന് വഹാബ് സഖാഫി പറയുമ്പോ സഹോദരങ്ങളെ നമ്മൾ പറഞ്ഞു, ഉണ്ട്, അങ്ങനെ ഒരു തർക്കം നമുക്കിടയിൽ ഉണ്ട്. അതിന്റെ രേഖകൾ ഞങ്ങൾ വെക്കാൻ തയ്യാറാണ്. നിങ്ങൾക്ക് വാമൊഴികൾ വേണോ ഞങ്ങൾ തരാം, നിങ്ങൾക്ക് വരമൊഴികൾ വേണോ ഞങ്ങൾ തരാം, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് വേണോ ഞങ്ങൾ തരാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതെല്ലാം കൊടുത്തു. മിണ്ടാട്ടുണ്ടോ? ഇല്ല. വല്ല ഇളക്കുണ്ടോ? ഇല്ല. കാരണം എന്താ? മറുപടിയില്ല. എന്നിട്ട് മറുപടി എന്താ? ശരിക്കും ശ്രദ്ധിച്ചോ, ഇതൊക്കെ നമ്മൾ തെളിയിച്ചു കൊടുക്കുമ്പോ പിന്നെ മറുപടി എന്താ ശരിക്കും കേട്ടോളി. മുസ്ലിമീങ്ങളോട് പറയാനുള്ളത്, ഒരു വഹാബിയുടെയും പ്രസംഗം കേൾക്കേണ്ടതില്ല. തെരുവിൽ വന്ന് പ്രസംഗിക്കുന്നതും കേൾക്കണ്ട. സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ തംബ്ലൈൻ കൊടുത്ത് പടുജാഹിലുകളെ. അപ്പൊ ഇവരിത് കേൾക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗണ്ണനങ്ങൾ വളരെ വ്യക്തമായിക്കൊണ്ട് സാധു കേൾക്കുന്നുണ്ട്. അവനറിയാം എന്റെ കാൽച്ചുവട്ടിലെ മണ്ണ് ഇളകി വീണുകൊണ്ടിരിക്കുന്നു എന്ന് അവനറിയാം. അപ്പോ തന്റെ കുഞ്ഞാടുകളെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ട് അവൻ പറയുകയാണ്, കേൾക്കണ്ട. ആ പടുജാഹിലികളെ എന്നൊക്കെ പറയുന്ന ആ പ്രയോഗത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, നമ്മുടെ വീഡിയോകൾ എക്സ്പെഷ്യലി മുജാഹിദ് പണ്ഡിതന്മാരുടെ ഗണ്ണനങ്ങൾ ഒക്കെ എത്രത്തോളം അവന് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നു, അസ്വസ്ഥതയുണ്ടാക്കുന്നു, പ്രകോപിതനാക്കുന്നു അവനെ എന്നുള്ളത്. യൂട്യൂബർമാരുണ്ട് ചിലര്, എല്ലാരും അല്ല, കുറെ ആളുകൾ വേറുണ്ട്. അങ്ങനെയല്ല, നമ്മൾ ഈ യൂട്യൂബ് കാണിയിൽ എല്ലാത്തിലും പോയി തോണ്ടണ പരിപാടി നിർത്തണം. അതൊരിക്കലും ചെയ്യരുത്. തെരുവിൽ മൈക്ക് കെട്ടുന്നവരെ മുഴുവൻ കേൾക്കരുത്. അതെ, തെരുവിൽ മൈക്ക് കെട്ടുന്ന ആളുകളെ മുഴുവൻ കേൾക്കാൻ പാടില്ല. കേൾക്കേണ്ടത് ആരെ? വഹാബ് സഖാഫിനെ. കാരണം വഹാബ് സഖാഫി വന്നിട്ട് പല പച്ച നുണകളും അങ്ങ് പറഞ്ഞു പോകും. ആ പറഞ്ഞു പോകുന്ന നുണകൾ കേട്ടിട്ട് പിന്നെ ആളുകൾക്ക് അതിന്റെ നിജസ്ഥിതിയാണല്ലോ മുജാഹിദുകൾ വിശദീകരിച്ചു കൊടുക്കുന്നത്. അപ്പൊ അത് വിശദീകരിച്ചു കൊടുക്കുന്നതിലൂടെ എന്താ സംഭവിക്കുന്നത്? അവന്റെ കള്ളങ്ങൾ പൊളിഞ്ഞു വീഴുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കേൾക്കാൻ പാടില്ല എന്നുള്ളതാണ് സാധുവിന്റെ വാദം. ഇനി അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഇവർക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. അത് നമ്മുടെ അമ്പലക്കടവ് മുസ്ലിയാർ പറയുന്നത് ഒന്ന് കേട്ടു നോക്ക്. ഇന്നതിന്റെ ആളാ, ഇങ്ങനെ വിദേഹത്തിന്റെ പാർട്ടിയിൽ അകപ്പെട്ട വഞ്ചിതരായ ചില ആളുകൾ നമ്മൾ കാണാറുണ്ട്. ആ ആളെ വിളിച്ചിട്ട് നമ്മൾ ഒറ്റയ്ക്ക് എത്ര സംസാരിച്ചാലും എത്ര തെളിവുകൾ ബോധ്യപ്പെടുത്തി കൊടുത്താലും അയാൾ തിരിച്ചു വരില്ല. അതെ, ഓല ഭാഷയിൽ മുജാഹിദുകൾ ബിദഅത്ത് ചെയ്യുന്നവരാണ്. സകല ബിദഅത്തും ഓല കയ്യിലുള്ളത്. അത് പോട്ടെ, മൂപ്പരെന്താ പറയുന്നത്? നമ്മളെ കൂട്ടത്തിന്ന് പെട്ടെന്ന് അങ്ങോട്ട് പോകുമെന്നുള്ളത് മാത്രമല്ല, ഓലെ വിളിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ പിന്നെ ആർക്കങ്ങൾ ഗണ്ഡനം വെക്കുന്നത്? അവിടെ രാമന്തളിയിൽ ഈ മുസ്ലിയാർ വന്ന് ഗണ്ഡനം സംഘടിപ്പിച്ചത് ആർക്ക് വേണ്ടിയിട്ടാ? മുജാഹിദുകളെ നന്നാക്കാൻ വേണ്ടിയിട്ടാണോ?
അല്ല, മറിച്ച് സ്വന്തം പാളയത്തിലെ ആളുകൾ അപ്പുറത്തേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവൻ ഖണ്ഡനം സംഘടിപ്പിക്കുന്നത്. ഇവർ എല്ലായിടത്തും വരുന്നത് അതിനു വേണ്ടിയിട്ടാ. മുജാഹിദികൾ പോകുന്നത് എന്തിനാ? ഉള്ള മുജാഹിദിനെ പിടിച്ചു നിർത്താനല്ല, മറിച്ച് ഇവരുടെ കൂട്ടത്തിൽ നിന്ന് തെറ്റിദ്ധരിച്ചു നിൽക്കുന്ന ആളുകളെ ദീനിന്റെ ഇസ്ലാമിന്റെ സകല വിഷയങ്ങളും പറഞ്ഞു കൊടുത്തിട്ട് അതിന്റെ നേരായ രൂപം പറഞ്ഞു കൊടുത്തിട്ട് ആളുകളെ ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ടാ മുജാഹിദികൾ പരിപാടി സംഘടിപ്പിക്കുന്നത്, മറുപടി പ്രസംഗങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഇവര് വരുന്നത് എന്തിനാ? സ്വന്തം കാൽച്ചുവട്ടിലുള്ള ആളുകൾ പോകാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇത് സത്യമല്ലേ? നേരെ മറിച്ച് നമ്മുടെ ഒരു 4 കുട്ടികളെ ഒരു മുജാഹിദിന്റെ ക്ലാസ്സിൽ 4 ക്ലാസ്സിൽ പങ്കെടുപ്പിച്ചാൽ മതി, ഈ കുട്ടികൾ മുജാഹിദാകും. അതെ, എന്താണ്? നമ്മളെ കുട്ടികളെ 4 ക്ലാസ് കേട്ടാ മതി. ഞാനിവരോട് പലപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾക്ക് അത്ര ഗ്രൂപ്പ് ഉണ്ട് ഇത്ര ഗ്രൂപ്പ് ഉണ്ട് എന്നൊക്കെ വാട്സപ്പിൽ പറയുമ്പോ, ഇവരുടെ 4 കുട്ടികളെ എടുത്തിട്ട് മുജാഹിദിന്റെ 4 ക്ലാസ് കേൾപ്പിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ ഇവരുടെ കയ്യിലുള്ളത്. അത്രേ ഉള്ളു ചെങ്ങൈമാരെ. ഈ മാലിം മൗലീദും റാത്തീബും കുത്തറാത്തീബും ചാവാടി യന്ത്രങ്ങളും ഒക്കെ അല്ലേ ഇവരെ കയ്യിലുള്ളത്? പിന്നെ കുറെ കള്ളക്കറാമത്തും അല്ലേ ഇവരെ കയ്യിലുള്ളത്? അത് പൊളിഞ്ഞു വീഴാൻ മുജാഹിദിന്റെ 4 ക്ലാസ് മതീൻ. അറിയോ നിങ്ങൾക്ക്? അപ്പൊ അതുകൊണ്ടാണ് ഇവൻ വലിയ വായിൽ എന്ത് പറയുന്നത്? മുജാഹിദിന്റെ ക്ലാസ് കേൾക്കാൻ പോകണ്ട, തമ്പുലൈന് നോക്കാൻ പോകണ്ട, വാട്സപ്പിൽ പോയിട്ട് തോണ്ടാൻ പോകണ്ട, അത് കേട്ടിരുന്ന് പോകരുത്, അത് മൈക്ക് കെട്ടിയിട്ട് പറഞ്ഞാലും ഓൺലൈനിൽ പറഞ്ഞാലും അതൊന്നും കേൾക്കണ്ട കേട്ടോ എന്ന് പറയുന്നത് മുജാഹിദിന്റെ 4 ക്ലാസ് കേട്ടാൽ ഇങ്ങോട്ട് പോരാവുന്നത് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ആളുകൾ. പക്ഷെ ഇവര് കേൾക്കാതെ സാധാരണക്കാർ കേൾക്കും. ഇവര് കേൾക്കും, കാണും, കേൾക്കും, അറിയും, മനസ്സിലാക്കും, പഠിക്കും എന്ന് വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ വീണ്ടും വീണ്ടും മറുപടി പറയുന്നത്. സഹോദരങ്ങളെ, മുസ്ലിയാര് തുടരട്ടെ. അങ്ങനെ പോകുന്ന ആളുകൾ തന്നെയല്ലേ ഈ നിങ്ങൾക്ക് ഖണ്ഡനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സകല ആളുകളും? ഫൈസിമാരും ഹുദവിമാരും ബാക്കവിമാരും അതുപോലെ സക്കാഫിമാരും, സക്കാഫി മൂത്തിട്ട് കാമിലിയായ കാമിലിമാരും അഹ്സനിമാരും, എത്ര ആളുകൾ സഅദിമാരും ദാരിമിമാരും ഹുദവികളും, എത്ര ബിരുദധാരികളായ മുസ്ലിയാക്കന്മാരാ മുജാഹിദ് പ്രസ്ഥാനത്തിൽ അണിനിരക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ കേൾക്കണ്ട, കാണണ്ട, അറിയണ്ട, വായിക്കണ്ട, പഠിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും നിങ്ങളുടെ വാക്കുകൾക്ക് വിരുദ്ധമായിക്കൊണ്ട് പഠനം, തൗഹീദ്, ബിദ്അത്തും സുന്നത്തും ഇതൊക്കെയുള്ള വിഷയങ്ങൾ പഠിക്കണം. പരലോകം സ്വന്തമാണ്, മുസ്ലിയാക്കന്മാർ ആരും ഉണ്ടാവില്ല. ഖബറ് സ്വന്തമായി കിടക്കേണ്ടതാണ്, വിചാരണ സ്വന്തമായിരിക്കും എന്നുള്ളതിന്റെ ആ വളരെ വ്യക്തമായി കൊണ്ടുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പഠിക്കുന്നതാ, മനസ്സിലാക്കുന്നതാ. മുസ്ലിയാർ തുടരട്ടെ. ശരാശരി അങ്ങനെ അനുഭവം. അവരെ കോളേജിൽ പഠിപ്പിച്ചാൽ മതി, ആ മക്കൾ 2 കൊല്ലം കഴിയുമ്പോൾ ഒറിജിനൽ മുജാഹിദിന്റെ പ്രവർത്തകരായി. മുജാഹിദിന്റെ പ്രവർത്തനം 4 ക്ലാസ് അല്ല 40 ക്ലാസ് നമ്മുടെ ക്ലാസ് കൊടുത്താലും അവൻ ബിദ്അത്തിൽ തിരിച്ച് സുന്നത്ത് ജമാഅത്തിലേക്ക് വരുന്നില്ല. അപ്പൊ മുജാഹിദിന്റെ കുട്ടികൾക്ക് 4 അല്ല 40 ക്ലാസ് കൊടുത്താലും ഇവരുടെ ഈ ബിദ്അഈ പ്രസ്ഥാനത്തിലേക്ക് വരൂല. അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ ആർക്കും വേണ്ടിയിട്ടാ ചങ്ങായിമാരെ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുന്നത്? നിങ്ങൾ ഖണ്ഡന മണ്ഡലങ്ങൾ നടത്തുന്നത് ആർക്കും വേണ്ടിയിട്ടാ? നിങ്ങൾ സംവാദങ്ങൾ സംഘടിപ്പിക്കുന്നത് ആർക്കും വേണ്ടിയിട്ടാ? ഉള്ളത് പോകാതിരിക്കാനും വേണ്ടിയിട്ടാ. മനസ്സിലായോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ആളുകളെ ദീനിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാ. ഞങ്ങളെ പ്രബോധന പ്രവർത്തനങ്ങൾ എന്തിനു വേണ്ടിയിട്ടാ? ആളുകളെ ദീനിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാ. നിങ്ങൾ നടത്തുന്നതോ സ്വന്തം അണികൾ പോകാതിരിക്കാനും വേണ്ടിയിട്ടാ. അപ്പൊ സമസ്തക്കാരെ സംബന്ധിച്ചിടത്തോളം മുജാഹിദിന്റെ 4 ക്ലാസ് മതി, അത് ഇട്ടിട്ട് പോരും. മുജാഹിദ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം 40 ക്ലാസ് കൊടുത്തിട്ടും കാര്യമില്ല, ഓൻ അതിൽ അടിയുറച്ചു നിൽക്കും. കാരണം മുഴുവൻ സംശയങ്ങളും തീർന്നിട്ടാണല്ലോ ഒരുത്ത മുജാഹിദാകുന്നത്. പിന്നെ സമസ്തയ്ക്കും പോകൂലല്ലോ. അപ്പൊ പിന്നെ എന്തിനാ ഈ മറുപടിക്ക് വരുന്നത്? എന്തിനാ? മുജാഹിദുകൾക്ക് മറുപടിക്ക് വരുന്നത് എന്തിനാ? മറുവെടിയുമായിട്ടാണ് നീ വരുന്നത്. കാരണം കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകരുത്. ഈ 4 ക്ലാസ് കേട്ട മുജാഹിദിലേക്ക് പോകുന്നവരെ തടയണം, അതിനു വേണ്ടിയിട്ടാ വരുന്നത്. അതുകൊണ്ടാ മുജാഹിദിന്റെ ക്ലാസ് കേൾക്കണ്ട എന്ന് വലിയ വായിൽ ഇവര് വിളിച്ചു കൂവുന്നത്. ഇനി നമുക്ക് അവൻ പറഞ്ഞ അടുത്ത ഒരു നുണ, ഒരു പച്ച നുണ. അതെ, അല്ലെങ്കിൽ നിങ്ങൾ പറയണം ഞങ്ങൾ തിരുത്തിയിട്ടുണ്ട്.
ഞങ്ങൾക്ക് ആ വാദം ഇപ്പോഴില്ല, പണ്ടുണ്ടായിരുന്നു എന്നുള്ളത് പറയണം. ഇനി നിങ്ങൾ കേട്ടോൾ ഈ സഹോദരങ്ങളെ, മറ്റൊരു വിഷയം ഇൻഷാ അല്ലാഹ് ഞാനിവിടെ പറയുകയാണ്. രാമന്തളിയിൽ തന്നെ അവൻ മുജാഹിദുകളുടെ മേൽ പച്ചക്കള്ളം ആരോപിച്ച ഒരു സംഗതിയെ ഇവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന് തന്നെ നമ്മൾ കേൾപ്പിക്കുന്നതിലൂടെ അവിടെ സത്യസന്ധന്മാർ മുജാഹിദുകളാണ് എന്നും ഇവനാണ് കള്ളൻ എന്നുള്ളതും ഇൻഷാ അല്ലാഹ് തെളിയാൻ പോവുകയാണ്. കേട്ടോ. ബദരീങ്ങളെ കുറ്റം പറയേണ്ട കാര്യമില്ല, മഹാന്മാരെ കുറ്റം പറയേണ്ടുന്ന കാര്യമില്ല. ഇതാണ് ഇവരുടെ പരിപാടി. ഇതാണ് ഇവരുടെ പരിപാടി. എന്ത്? ബദരീങ്ങളെ കുറ്റം പറയാ, മഹാന്മാരെ കുറ്റം പറയാ എന്നുള്ളതാണ് ഇവരുടെ പരിപാടി. ആരാ കുറ്റം പറയുന്നത്? റമദാൻ മാസം നോമ്പോൽക്കലില്ല CM മടവൂര് എന്ന് പറഞ്ഞ മൂപ്പരെ മേന്മയാണോ അത്? മഹിമയാണോ അത്? ആണോ? നോമ്പ് തോറ്റ ഒരു മനുഷ്യനോട് ഞങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്ക് എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് അവസാനം മൂപ്പര് നോമ്പ് തുറക്കാൻ അല്ലെങ്കിൽ നോമ്പ് മുറിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, അതിന് തയ്യാറാകാതെ വന്നപ്പോ മൂപ്പരെ പള്ളിയിൽ നിന്ന് ചോരയും ചെലവും ഛർദിപ്പിച്ചതാണോ നിങ്ങളെ മഹിമ? അപ്പൊ ആരാ ഇവിടെ കുറ്റം പറയുന്നത്? ആരാ ചങ്ങന്മാരവിടെ കുറ്റം പറയുന്നത്? മഴയില്ലാതായപ്പോൾ ഓടിന്റെ മുകളിൽ പുരപ്പുറത്ത് കയറിയിട്ട് മൂത്രമൊഴിച്ചു എന്ന് ഔലിയാക്കന്മാരെ കുറിച്ച് പറയുന്നത് ആരാ? രക്തവും കഫവും അതുപോലെ തന്നെ കഞ്ചാവ് എന്ന് പറയുന്ന മറ്റേ സാധനം ഉണ്ടല്ലോ, ചുരുട്ടുമൊക്കെ വലിച്ചിട്ടും തുപ്പിയിട്ടും അതൊക്കെ തൊണ്ട തൊടാതെ വിഴുങ്ങി CM മടവൂര് എന്ന് പറയുന്നത് മഹിമ പറയുന്നതാണോ അതോ കുറ്റം പറയുന്നതാണോ? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് മഹിമയാണ് അല്ലേ? ഈ ഉണക്കമീൻ തിന്നുന്നവനെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള സകല ആളുകൾക്കും അത് ഭയങ്കര മണമാണ് എന്നുണ്ടെങ്കിലും തിന്നണവനും അല്ല ടേസ്റ്റാ എന്ന് പറഞ്ഞതുപോലെയാണ് നിങ്ങളെ കറാമത്തുകളുടെ കാര്യം. അപ്പൊ ഇവിടെ മുജാഹിദുകൾ ഒരിക്കലും തന്നെ കുറ്റം പറയുന്നില്ല. ഇനി ഈ കട്ട് ചെയ്ത ഇവന്റെ ക്ലിപ്പിന്റെ പൂർണ്ണ രൂപം ഒന്ന് നിങ്ങൾ കേൾക്കൂ. നാം മനസ്സിലാക്കേണ്ടത് ഇവിടെ ശുഹദായിനെ കുറ്റം പറയുന്നു, അമ്പിയാക്കളെ കുറ്റം പറയുന്നു, ഔലിയാക്കളെ കുറ്റം പറയുന്നു, സാലിഹീങ്ങളെ കുറ്റം പറയുന്നു എന്നൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന സഹോദരങ്ങളോട് ഞങ്ങൾക്ക് വിനയത്തോടെ സ്നേഹത്തോടെ പറയാനുള്ളത്, നിങ്ങൾ എത്രത്തോളം കളവുകൾ ഞങ്ങളുടെ പേരിൽ ആരോപിച്ചാലും പരലോകത്ത് അതിന്റെ പേരിൽ ചോദിക്കപ്പെടുമെന്ന കാര്യത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. ഇവിടെ ശുഹദായിനെ കുറ്റം പറയേണ്ടുന്ന കാര്യമില്ല. ഇവിടെ മുതലാണ് അവൻ കേൾപ്പിക്കുന്നത്. ഒരു ആശയത്തെ പോലും പൂർണ്ണമാക്കുന്നതിന് വേണ്ടിയിട്ട് അവൻ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ ബദരീങ്ങളെ കുറ്റം പറയേണ്ട കാര്യമില്ല, മഹാന്മാരെ കുറ്റം പറയേണ്ടുന്ന കാര്യമില്ല. മറിച്ച് അവരെ കുറ്റം പറയുന്നു എന്ന് പലർക്കും തോന്നുന്നത് എപ്പോഴാണ്? അവരെ വിളിച്ചു പ്രാർത്ഥിക്കരുതെന്ന് പറയുമ്പോഴാണ്. അതെങ്ങനെയാണ് അവരെ കുറ്റപ്പെടുത്തലാകുന്നത്? ഇതിനു മുമ്പ് അവൻ കട്ട് ചെയ്തിട്ടുണ്ട്, മുഴുവൻ കേട്ടോളൂ. അല്ലാഹു മാത്രമാണ് ലോകം പഠിച്ചത്. ഒരു നബിയും ഇവിടെ ലോകം പഠിച്ചിട്ടില്ല എന്ന് നമ്മൾ പറയുമ്പോ അത് നബിമാരെ നിസ്സാരപ്പെടുത്തലാണോ? അത് നബിമാരെ കുറ്റം പറയലാണോ? അതെ, ഇവിടെ വളരെ വ്യക്തമായിക്കൊണ്ട് അദ്ദേഹം ആ പറയുന്ന വിഷയം പൂർണ്ണമാക്കുന്നുണ്ട്. അതായത് നബിമാരാണ് ലോകം പടച്ചത് എന്ന് പറഞ്ഞാൽ അള്ളാഹു ആണല്ലോ ലോകം പടച്ചത്. അപ്പൊ അത് നബിമാരെ കുറ്റം പറയലാണോ? അല്ലല്ലോ. അതുപോലെ തന്നെ മരണപ്പെട്ടു പോയ ആളുകളോട് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല, ശുഹദാക്കളോട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടില്ല, ഔലിയാക്കളോട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടില്ല, മഹാന്മാരോട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് അവരെ കുറ്റം പറയലാണോ സഖാഫി എന്നൊക്കെ ഉദാഹരണ സഹിതം അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. അപ്പൊ അതാണ് അവിടുത്തെ വിഷയം. എന്നാൽ അത് ഞങ്ങൾ കുറ്റം പറയലില്ല എന്ന നുണ പറയുകയാണ് എന്നുള്ള രൂപത്തിലേക്ക് ഇവൻ വ്യാഖ്യാനിക്കുകയാണ്. ഇനി അതിന്റെ ബാക്കി ഭാഗം കേട്ടോളൂ സഹോദരങ്ങളെ, ഇവൻ എന്താണ് പറയുന്നത് എന്നുള്ളത്. പറഞ്ഞില്ലേ, കളവ് പറയുക, കബളിപ്പിക്കുക, ഈ രണ്ട് കലാപരിപാടി മൗലവിന്റെ ഈ ഡയലോഗിലുണ്ട്. ആ പരിപാടി ആരാണ് എടുക്കുന്നത് എന്നുള്ളത് ഇപ്പൊ തീരുമാനിച്ചാൽ ഇൻഷാ അല്ലാഹ്. അവരെ കുറ്റം പറയുന്നു എന്ന് പലർക്കും തോന്നുന്നത് എപ്പോഴാണ്? അവരെ വിളിച്ചു പ്രാർത്ഥിക്കരുതെന്ന് പറയുമ്പോഴാണ്. അതെ, അപ്പൊ അവരെ കുറ്റം പറയുന്നു എന്ന് തോന്നുന്നത് എപ്പോഴാണ്? അവരെ വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്ന് ഞങ്ങൾ പറയുമ്പോഴാണ്. എങ്ങനെ നോട്ട് ചെയ്യണം? അവരെ വിളിച്ച് പ്രാർത്ഥിക്കരുത് കേട്ടോ, നിങ്ങൾക്ക് ആ വാദം ഉണ്ടല്ലോ, നിങ്ങൾ അത് ചെയ്യരുത് കേട്ടോ എന്ന് നമ്മൾ പറയുമ്പോഴാണ് അവരെ കുറ്റം പറയാണേ നിങ്ങൾ ജനങ്ങളോട് പറയുന്നത്. എന്നിട്ട് പറയും മുജാഹിദിന്റെ കേൾക്കാനും പാടില്ല.
നിങ്ങള് അള്ളാഹു അല്ലാത്തവരോട് അള്ളഹാനോട് നടത്തേണ്ട വിളി അതിലൊരു നോണുണ്ട്. എന്താണ് ആ നോണ? ഒന്ന് പറഞ്ഞാ. ഈ വിളിച്ചു പ്രാർത്ഥന എന്നുള്ളൊരു വാക്ക് മലയാളത്തിലും ഇല്ല, അറബിയിലും ഇല്ല. എന്ന് മുതല്? അതൊരു നോണയാണ്. പോസ്റ്റ് എന്നോ കാല് എന്നോ പറയാം. എന്നാ പോസ്റ്റും കാല് എന്ന് തന്നെ പറഞ്ഞത് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ കാണിച്ചു തരാം. പോസ്റ്റുംകാല് എന്ന് പറയുന്ന കലാപരിപാടി ഇംഗ്ലീഷിലും ഇല്ല, മലയാളത്തിലും ഇല്ല. ഇംഗ്ലീഷിലുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല, നമ്മൾ കണ്ടിട്ടില്ല. മലയാളത്തിൽ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ അത് എനിക്ക് തരാം. എന്താ പറ്റി പറഞ്ഞത്? വിളിച്ചു പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു പ്രയോഗം എവിടെയില്ല? മലയാളത്തില് ഭാഷയിൽ തന്നെ ഇല്ല. ഇൻഷാ അല്ലാഹ് നമ്മൾ കുറച്ച് മലയാളം കാണിച്ചിറങ്ങ കേട്ടോ. അപ്പൊ മറക്കണ്ട, ഒന്നുകൂടി കേട്ടളി. അതിലൊരു നോണുണ്ട്. ഈ വിളിച്ചു പ്രാർത്ഥന എന്നുള്ളൊരു വാക്ക് മലയാളത്തിലും ഇല്ല, അറബിയിലും ഇല്ല. അതൊരു നോണയാണ്. പോസ്റ്റ് എന്നോ കാല് എന്നോ പറയാം. പോസ്റ്റും കാല് എന്ന് പറയുന്ന കലാപരിപാടി ഇംഗ്ലീഷിലും ഇല്ല, മലയാളത്തിലും ഇല്ല. അപ്പൊ ഇതൊക്കെ ആളുകളെ ദജ്ജാൽ, അതാണ് കബളിപ്പിക്കൽ. അപ്പൊ ആരാണ് ദജ്ജാല്, ആരാണ് കദ്ദാബ് എന്നുള്ളത് ഇൻഷാ അല്ലാഹ് നമ്മൾ തെളിയിച്ചു തരാം കേട്ടോ. ഓരോന്നായിട്ട് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഇവിടെ വെക്കുകയാണ് സഹോദരങ്ങളുടെ നിങ്ങളുടെ മുമ്പിൽ. ഒന്നാമതായിട്ട് നമ്മൾ നേരത്തെ കൊണ്ടുവന്ന കൊട്ടപ്പുറം സംവാദം എന്ന് പറയുന്ന പുസ്തകമാണ് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. OM തരുവണയാണ് അത് എഴുതിയിട്ടുള്ളത്. അവിടെ കൊട്ടപ്പുറം സംവാദത്തെ കുറിച്ച് പറയുമ്പോൾ കേട്ടോ, അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്നതിന് തെളിവായി ധാരാളം ആയത്തുകൾ ഞാൻ ഓതി. എന്തിനാ മൂപ്പര് ആയത്ത് ഓതിയത്? അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്നതിന് തെളിവായി ധാരാളം ആയത്തുകൾ ഞാൻ ഓതി. ഈ പ്രയോഗമല്ലേ നമ്മൾ നടത്തിയിട്ടുള്ളൂ. അപ്പൊ എന്താവും പറഞ്ഞത്? അങ്ങനെ ഒരു പ്രയോഗം ഇല്ല, അത് പച്ച നുണയാണ്. അടുത്തത് കേട്ടോ, അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയുടെ ഉദാഹരണം ഖുർആനിൽ കാണിക്കണമെന്നായിരുന്നു മൗലവിയുടെ മറ്റൊരു വാശി. മരിച്ചുപോയവരെ ശരിക്കും ശ്രദ്ധിച്ചോ സഹാബി, ശരിക്കും ശ്രദ്ധിച്ചോ. ആരാണ് ഇവിടെ ദജ്ജാലി എന്നുള്ളത് കാണിച്ചരാ. ദാ, മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് ഖുർആന് കൊണ്ട് തന്നെ AP സ്ഥാപിച്ചു. ഏതാ പ്രയോഗം? വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന്. ഈ പറയുന്ന വിളിച്ചു പ്രാർത്ഥനയെ കുറിച്ച് ഇവന്റെ വാദം എന്താ കേട്ടോ? ആരാവിടെ ദജ്ജാല്? മുജാഹിദുകൾ പറഞ്ഞ കുട്ടി അത് സത്യം ഉണ്ടാവുള്ളൂ. അതിലൊരു നോണുണ്ട്. ഈ വിളിച്ചു പ്രാർത്ഥന എന്നുള്ളൊരു വാക്ക് മലയാളത്തിലും ഇല്ല, അറബിയിലും ഇല്ല. അതൊരു നോണയാണ്. അതെ, അതൊരു നുണയാണ് എന്ന് പറയുന്ന ഇവനല്ലേ സഹോദരങ്ങളെ നുണയൻ? അല്ലേ? ഇവര് വളരെ വ്യക്തമായിക്കൊണ്ട് എഴുതിയതും പറയുന്നതുമല്ലാത്ത ഒരു സംഗതിയും മുജാഹിദുകൾ പറയുന്നില്ല എന്നുള്ളത് സ്ഥിരപ്പെടുകയാണ് ഇവിടെ. ഇനി നിങ്ങൾ അടുത്തത് നോക്കിക്കോ. രണ്ടാമത്തത് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നു വിശുദ്ധ ഖുർആൻ സമ്പൂർണ്ണ പരിഭാഷ. ആരാണ്? സയ്യിദ് അഹ്മദ് ശിഹാബുദ്ദീൻ ഇമ്പിച്ചിക്കോയ തങ്ങൾ. വലിയ കാളിയാണ്, കോഴിക്കോടിന്റെ വലിയ കാളി. ഈ ജാതി പച്ച നുണ പറയുന്ന ആളുകളെയാണോ ചെങ്ങൈമാരെ നിങ്ങൾ വലിയ കാളിയാക്കിക്കണത്? അപ്പൊ നിങ്ങൾ ചെറിയ കാളിന്റെ കോലന്തേക്കരം. ശരിക്കും ശ്രദ്ധിച്ചോ. അദ്ദേഹത്തിന്റെ ഖുർആൻ പരിഭാഷയിൽ ഒരു ആയത്ത് കൊണ്ടുവരുന്നുണ്ട്. അതേ മുജാഹിദുകൾ നിങ്ങൾക്ക് പലപ്പോഴായിട്ട് ഓതിത്തരുന്ന ആയത്താണ്. വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. മുജാഹിദുകൾ നിങ്ങൾക്ക് ഓതിത്തരുന്നിട്ട് മുജാഹിദുകൾ പറയും എന്ത്? പള്ളികളെല്ലാം അള്ളാഹുവിനുള്ളതാണ്, അതുകൊണ്ട് തന്നെ ആ അള്ളാഹുവോടൊപ്പം മറ്റാരെയും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത്. ഇത് മുജാഹിദുകൾ അർത്ഥം വെക്കുമ്പോൾ ഇങ്ങോട്ട് വരും, എവിടെ മൗലവി വിളിച്ചു പ്രാർത്ഥിക്കാന്നതിന് അർത്ഥം? എവിടെ മൗലവി അതിന്റെ അർത്ഥം? എന്നാ മുസ്ലിയാരെ പിടിച്ചോ, ഞങ്ങളത് പറയുമ്പോൾ കള്ളമെന്നല്ലേ നിങ്ങൾ പറഞ്ഞതാ? നിങ്ങളുടെ മുസ്ലിയാർ ഇതാ ഇമ്പിച്ചിക്കോയ തങ്ങൾ തന്നെ നിങ്ങളെ വലിയ കാളിയതാ അതിന് അർത്ഥം കൊടുക്കുകയാണ്. പള്ളികൾ അള്ളാഹുവിനുള്ളതാണ്. ഞങ്ങൾ അർത്ഥം മാറ്റി പറഞ്ഞിക്കണോ? ഞങ്ങൾ അതന്നെയല്ലേ സഹോദരങ്ങളെ അർത്ഥം പറഞ്ഞത്. അതുകൊണ്ട് അള്ളാഹുവോടൊപ്പം മറ്റൊരാളെയും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത്. സഹോദരങ്ങളെ, ഇതന്നെയല്ലേ ഞങ്ങളും അർത്ഥം പറഞ്ഞത്. അപ്പൊ ആരാണ് ഇമ്പിച്ചിക്കോയ തങ്ങള്? മുസ്ലിയാരെ, ഇമ്പിച്ചിക്കോയ തങ്ങള് എഴുതിയത് മലയാളമാണോ അറബിയാണോ? പറ. അതിലൊരു നോണുണ്ട്. ഈ വിളിച്ചു പ്രാർത്ഥന എന്നുള്ളൊരു വാക്ക് മലയാളത്തിലും ഇല്ല, അറബിയിലും ഇല്ല. അപ്പൊ ഇമ്പിച്ചിക്കോയ തങ്ങളുടെ പരിഭാഷ അറബി മലയാളത്തിലാണോ ഞാൻ വായിച്ചത്? അതൊരു നുണയാണ്. ആര് പറഞ്ഞു അതൊരു നുണയാണ് എന്നുള്ളത്? അത് നുണയാണ് എന്ന് പറയുന്ന നീ പറഞ്ഞതല്ലേ നുണ? എന്നോ കാല് എന്നോ പറയാം. പോസ്റ്റും കാല് എന്ന് പറഞ്ഞതാണ് പണിക്ക് കേൾപ്പിച്ചത്.
പോസ്റ്റുങ്കാല് എന്ന് പറഞ്ഞതാണ് നിനക്ക് കേൾപ്പിച്ചെന്നത്. മനസ്സിലായില്ലേ? അപ്പൊ വലിയ ഖാദിയായിരുന്ന ഇമ്പിച്ചിക്കോയ തങ്ങൾ കൊണ്ടുവന്ന അദ്ദേഹത്തിന്റെ ഖുർആൻ പരിഭാഷയിൽ കൊടുത്ത അർത്ഥത്തെ സംബന്ധിച്ച് നമ്മുടെ സഖാഫിയുടെ വാദം എന്താണ്? അതിലൊരു നോണുണ്ട്. ഈ വിളിച്ചു പ്രാർത്ഥന എന്നുള്ളൊരു വാക്ക് മലയാളത്തിലും ഇല്ല, അറബിയിലും ഇല്ല. അതെ, ഇമ്പിച്ചിക്കോയ തങ്ങൾക്ക് പിന്നെ എവിടുന്ന് കിട്ടി? അതൊരു നോണയാണ്. പോസ്റ്റ് എന്നോ കാല് എന്നോ പറയാം. പോസ്റ്റും കാല് എന്ന് പറയുന്നത് കലാപരിപാടി ഇംഗ്ലീഷ്. അതെ, ഇമ്പിച്ചിക്കോയ തങ്ങൾക്ക് പറഞ്ഞു കൊടുക്ക്. മലയാളത്തിലുമില്ല. അപ്പൊ ഇതൊക്കെ ആളുകളെ ദജ്ജാൽ, അതാണ് കബളിപ്പിക്കൽ. അതെ, ആ പണിയെടുക്കുന്ന ആള് ഇപ്പൊ ആരാണ്? ഇവന്റെ ഭാഷയില് ഇമ്പിച്ചിക്കോയ തങ്ങൾ, വലിയ ഖാദി. വലിയ ഖാദിന്റെ കോലാണത്. ഇനി കഴിഞ്ഞോ? ഇല്ല, ഇനിയും തരാൻ സാധിക്കും ഞങ്ങൾക്ക്. നിങ്ങളുടെ റിസാല പിടിച്ചോ. ആ റിസാലയിൽ നിങ്ങൾ സലഫികൾക്ക് മറുപടി പറയുകയാണ്. ഇസ്ലാമിക പ്രസ്ഥാനങ്ങളും ചിന്താ വ്യതിയാനങ്ങളും എന്ന് പറഞ്ഞ് ഓമാനൂർ മുഹമ്മദ് അവര് എഴുതിയതാണ് സലഫികളുടെ ന്യായവാദങ്ങൾ എന്ന് പറഞ്ഞിട്ട് സലഫികൾക്ക് ഖണ്ഡനം പറയുകയാണ് നിങ്ങൾ. അവിടെ അതാ സലഫികൾ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പറ്റൂല എന്താണ് പറയുന്നത്? ഇതാ, അല്ലാഹു അല്ലാത്തവരോട് നിങ്ങൾ പ്രാർത്ഥിക്കരുത് എന്ന് സലഫികൾ പറയുമ്പോ നിങ്ങളാ വാദം ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞ് അതിൽ നിന്ന് കൈച്ചിലാകുന്നതിന് വേണ്ടിയിട്ട് അത് സലഫികളുടെ പ്രയോഗമാണെന്നൊക്കെ പറഞ്ഞ് കൈച്ചിലാകും. പക്ഷേ മുജാഹിദുകളുടെ മുമ്പിൽ വരുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കൈച്ചിലാകാൻ പറ്റൂല. കാരണം നിങ്ങൾ വളരെ വ്യക്തമായിക്കൊണ്ട് ഈ അറബിയിലും മലയാളത്തിലും ഇല്ല എന്ന് പറയുന്ന പദം നിങ്ങൾ തന്നെ എഴുതി വെച്ചതാണ്. കേട്ടോ? സൂറത്തു നഹ്ലിൽ പറയുന്നു. സൂറത്തു നഹ്ലിലെ 20-ാമത്തെ ആയത്ത്, അതിന്റെ അറബി ആദ്യം ഞാൻ പറഞ്ഞു തരാം. അവരതിന്റെ അറബി കൊടുത്തിട്ടില്ല. അപ്പൊ സൂറത്തു നഹ്ലിലെ 20-ാമത്തെ ആയത്തിന്റെ അറബി എന്താണ് സഹോദരങ്ങളെ? അത് ആദ്യം ഞാൻ നിങ്ങൾക്ക് പരിശുദ്ധ ഖുർആനിൽ നിന്ന് പറഞ്ഞു തരാം. എന്താണ്? വല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യഖ്ലഖൂൻ. അതാണ് ആയത്ത്. മുജാഹിദുകൾ അർത്ഥം വെക്കാറുണ്ട്. വല്ലദീന, ഒരു കൂട്ടം ആളുകൾ, യദ്ഊന, അവര് വിളിച്ചു പ്രാർത്ഥിക്കുന്നു, മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിനെ കൂടാതെയുള്ള ആളുകളോട്, ലാ യഖ്ലുഖൂന ശൈആ, അവർ യാതൊന്നും പടക്കുന്നവരല്ല, വഹും യുഖ്ലഖൂൻ, അവര് തന്നെ പടക്കപ്പെട്ടവരാണ്. അപ്പൊ എന്തിനാ ചങ്ങായിമാരങ്ങൾ ഈ പടപ്പാളോട് പ്രാർത്ഥിക്കുന്നത്, വിളിച്ചു പ്രാർത്ഥിക്കുന്നത് എന്ന് മുജാഹിദുകൾ ചോദിക്കാറുണ്ട്. എന്നാ പിന്നെ ഇവരെ അർത്ഥം കൊടുക്കുമ്പോൾ സഹോദരങ്ങളെ അവിടെ മാറ്റി കൊടുക്കണ്ടേ? അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ ഇട്ടുകാണ്ട് കൊടുക്കണ്ടേ? അതൊന്നും ചെയ്തില്ല. അള്ളാഹുവിന് പുറമെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നവര് ഒന്നും സൃഷ്ടിക്കാത്തവരാണ്. ആരാ? റിസാലക്കാരനെ. ഓമാനൂർ മുഹമ്മദേ, ഓന്റെ സ്ഥിതി എന്താ? ദജ്ജാലാണ്, കള്ളം പറയുന്നവരാണ്, വഹാബിയാണ്. അറബി ഭാഷയിലോ മലയാള ഭാഷയിലോ ഇംഗ്ലീഷിലോ ഓന്റെ ഭാഷയിൽ ഇംഗ്ലീഷിലോ ഇല്ലാത്തത് കൊണ്ടുവന്നതാണ്. എത്ര ചങ്ങയ്യന്റെ കഥ? റിസാല കഴിഞ്ഞോ? ഇല്ല. അടുത്ത ഒരു ആയത്ത് കൊടുക്കുന്നുണ്ട്. ഏതാണ് ആയത്ത്? അറാഫിൽ, സൂറത്ത് അറാഫിലെ 194-ാമത്തെ ആയത്ത്. ആ ആയത്തിന്റെ അറബി എന്താണ്? ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ഇബാദുൻ അംസാലുക്കും ഫദ്ഊഹും ഫൽയസ്തജീബൂ ലക്കും ഇൻ കുൻതും സാദിഖീൻ. സൂറത്ത് അറാഫിലെ 94-ാമത്തെ ആയത്താ. ഇതില് പറയുന്നത് എന്താണ്? ശരിക്കും ശ്രദ്ധിച്ചോ? മുജാഹിദുകൾ അർത്ഥം വെക്കാറുണ്ട്. അള്ളാഹുവിന് പുറമെയുള്ള ആളുകളോട് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല ചങ്ങന്മാരെ. വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകള് ഇബാദുൻ അംസാലിക്ക്, നിങ്ങളെ പോലുള്ള അടിമകൾ മാത്രമാണ്. പദോഹും, ധൈര്യം നിങ്ങളൊന്ന് വിളിച്ചു നോക്കി, വല്യസ്തജീബുലക്കും, നിങ്ങൾക്ക് അവരൊന്ന് ഉത്തരം നൽകട്ടെ. ഞങ്ങൾ വെല്ലുവിളിച്ചില്ലേ? മൊഹിയുദ്ദീൻ ഷേഖ് റഹിമഹുല്ലക്ക് കഴിവുണ്ടെങ്കിൽ ചങ്ങന്മാരെ നിങ്ങളൊന്നും വിളിക്കും, ഈ സ്റ്റേജിനെ പൊളിഞ്ഞാട്ടെ എന്ന് ഞങ്ങൾ വെല്ലുവിളിച്ചില്ലേ? അതേമാതിരി പഠിച്ചവൻ വെല്ലുവിളിച്ചതാണെന്ന്. എന്നായിക്കോട്ടെ, നിങ്ങൾ അതിന് അർത്ഥം കൊടുക്കുന്നത് എന്താ? നിശ്ചയമായും അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ നിങ്ങളെപ്പോലെയുള്ള അടിമകളാണ്. വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ. നിങ്ങളെന്താ അർത്ഥം കൊടുത്തത്? അപ്പൊ ആരാ ചങ്ങായിമാരെ ഇവിടെ അറബി മലയാളമൊക്കെ തീരണ ആൾക്കാർ? നിങ്ങളോ? മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങളുടെ റിസാലയിലും ഈ സാധനം തന്നെ കൊടുക്കുന്നു. ഏത്? ഇവൻ പറഞ്ഞ അറബിയിലും അതുപോലെ തന്നെ മലയാളത്തിലും ഒന്നുമില്ലാത്ത, ഇത് ഇടക്കിടക്ക് കേൾക്കണം. പൂട്ടില് തേങ്ങടും പോലെ ഇത് ഇടക്കിടക്ക് കേൾക്കണം നിങ്ങൾ. അതിലൊരു നോണുണ്ട്. ഈ വിളിച്ചു പ്രാർത്ഥന എന്നുള്ളൊരു വാക്ക് മലയാളത്തിൽ, അതെ, അതിലൊരു നോണുണ്ട്. അതില് റിസാലയിൽ നോണുണ്ട്, അതുപോലെ തന്നെ വലിയ ഖാദിന്റെ ഖുർആൻ പരിഭാഷയിൽ നോണുണ്ട്,
അതുപോലെ തന്നെ കാന്തപുരം പറഞ്ഞതിലും നുണുണ്ട്. ഓക്കെ, ഇനി ഇവരൊക്കെ ആരാന്നുള്ളത് പറയാം. അറബിയിലുമില്ല, അതൊരു നുണയാണ്. പോസ്റ്റ് എന്നോ കാല് എന്നോ പറയാം. പോസ്റ്റിംഗ് കാല് എന്ന് പറയുന്ന കലാപരിപാടി ഇംഗ്ലീഷിലുമില്ല, മലയാളത്തിലുമില്ല. അപ്പൊ ഇതൊക്കെ ആളുകളെ ദജ്ജാൽ, അതാണ് കബളിപ്പിക്കൽ. ചോനെ കാന്തപുരത്തിലൊന്നും ദജ്ജാൽ എന്ന് വിളിക്കരുത് കേട്ടോ. കുരുത്തക്കേട് കെട്ടൂല ചങ്ങായി. എനക്ക് ആ ഉപ്പും ചോറും നിന്ന് വളർന്ന മനുഷ്യനല്ലേ ജി, അയാളെ ദജ്ജാൽ എന്നൊക്കെ വിളിക്കേ. അപ്പൊ ഇവനിവിടെ പച്ച നുണയാണ്, ദജ്ജാലിന്റെ പ്രവർത്തനമാണ് എടുത്തത്, പച്ച കള്ളമാണ്, ദുർവ്യാഖ്യാനമാണ്. മലയാളത്തിലും അറബിയിലും ഒന്നും ഇങ്ങനെ ഒരു പ്രയോഗമില്ല എന്ന് പറഞ്ഞതാണ് നമ്മൾ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നത് ഇവരുടെ കിതാബുകളിൽ നിന്ന്. അറബിയിലും മലയാളത്തിലും ഇല്ല എന്ന് അവര് പറഞ്ഞത്. യദ്ഊന എന്ന് പറയുന്ന പദത്തിന്, ദാ എന്ന് പറയുന്ന പദത്തിന് വിളിച്ചു പ്രാർത്ഥന എന്ന് ഇവരെ അർത്ഥം കൊടുത്തതാണ് നമ്മൾ എടുത്തത് ഇവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന്. തള്ളാൻ പറ്റുമോ? ഈ പറഞ്ഞ ഞാൻ ഉദ്ധരിച്ച ആളുകളെ കള്ളനെന്നും ദജ്ജാലെന്നും തെറ്റിദ്ധരിപ്പിക്കുന്നവരെന്നും പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ആ മുജാഹിദുകൾ പറയുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം പറയുള്ളൂ ചങ്ങായിമാരെ. ഇനിയെങ്കിലും മനസ്സിലാക്കി. ഇതുകൊണ്ടല്ലേ കേൾക്കാൻ പോകണ്ട എന്ന് പറഞ്ഞത്. അനക്കറിയാം അതിന് ഖണ്ഡനം വരുമെന്നുള്ളത്. ഇനി അടുത്തത് പിടിച്ചോ, ജൗഹറത്ത് തൗഹീദ്. അതിന്റെ പരിഭാഷയും വ്യാഖ്യാനവും ചുന്നി പബ്ലിക്കേഷൻ സെന്റർ ആട്ടോ. സുന്നി നിങ്ങളെ കുറിച്ച് പറയാൻ പറ്റൂല, അത് കള്ളതാണയ്യാ. അപ്പൊ ഈ ചുന്നി പബ്ലിക്കേഷൻ സെന്ററിന്റെ വില 40 റുപ്യ, പേരോട് അറിയും പോലെ. ഏതാണെന്നുണ്ടെങ്കിലും അതിൽ എഴുതുന്നത് കണ്ടോ, ഖസസ് സൂറയിൽ അള്ളാഹു പറയുന്നു. അള്ളയാണല്ലോ പറയുന്നത്. ഇനിയിപ്പോ അള്ളാനെ ഈ ആ പേര് ഉപയോഗിക്കുവോ? അള്ള കള്ളം പറഞ്ഞു എന്ന് ഇപ്പൊ പറയില്ലല്ലോ. അപ്പൊ ഈ ചുന്നി പബ്ലിക്കേഷൻ സെന്റർ പുറത്തിറക്കിയ ജൗഹറത്ത് തൗഹീദിൽ സൂറത്തു ഖസസിലെ ആയത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ ആയത്ത് ഏതാണ് എന്നുള്ളത് അനക്ക് ഞാൻ ആദ്യം എന്ത് ചെയ്തരാ, അറബിയിൽ പറഞ്ഞു തരാം. വലാ തദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖർ ലാ ഇലാഹ ഇല്ലാ ഹുവ. എന്താണ് ആയത്ത്? അവിടെയും പ്രയോഗം എന്താ? ദഅ യദ്ഉ എന്ന് പറയുന്ന പ്രയോഗം തന്നെയാണ്. വലാ തദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖറ, അല്ലാഹുവിനോടൊപ്പം നിങ്ങൾ മറ്റൊരു ഇലാഹിനെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്. മുജാഹിദിന്റെ അർത്ഥം. ഈ ജൗഹറത്ത് തൗഹീദ് നോക്കിക്കട്ടോ. മുജാഹിദ് അല്ലല്ലോ. മുജാഹിദിന്റെ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ ചുന്നി പബ്ലിക്കേഷൻ സെന്റർ പുറത്തിറക്കൂലല്ലോ. സൂറത്ത് ഖസസിൽ അല്ലാഹു പറയുന്നു, ശരിക്കോ, അല്ലാഹുവോട് കൂടെ വേറൊരു ഇലാഹിനെ വിളിച്ചു പ്രാർത്ഥിക്കരുത്. പടച്ചോനെ ദജ്ജാല്, പടച്ചോനെ ദജ്ജാലിന്റെ പണി അത്. ഇത് മലയാളല്ലേ സക്കാവി? കണ്ടു തുറന്നൊന്ന് നോക്ക്. അള്ളാഹുവോട് കൂടെ വേറൊരു ഇലാഹിനെ വിളിച്ചു പ്രാർത്ഥിക്കരുത്. ജൗഹറത്ത് തൗഹീദ്. മൂപ്പർക്ക് മലയാളം അറിയില്ലേ? മൂപ്പർക്ക് പരിഭാഷ ഒരു അറബി പുസ്തകത്തിനെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തതാണല്ലോ. അല്ലെങ്കിൽ അതിന്റെ പരിഭാഷയും വ്യാഖ്യാനം എഴുതുമ്പോ ചങ്ങൈമാരെ അയാൾക്ക് മലയാളം അറിയില്ലേ? മനസ്സിലായ നിങ്ങൾക്ക്? ഇനി തീർന്നില്ല, അടുത്തത് പിടിച്ചോ. ഇനി അടുത്തത് തരാം, അഞ്ചാമത്തത്. തൽക്കാലം ഞാൻ ഇവിടെ നിർത്തുകയാണ്. അഞ്ചാമത്തതും കൂടി തരാം. ഇനിച്ച് കൊമ്പെടുക്കുകയാണെങ്കിൽ ഇനിയും തരും ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ചോദിച്ചോളി, നിങ്ങൾ തരും. മൊയ്തീൻ ഷേഖ് പറഞ്ഞമാരല്ല കേട്ടോ, അത് വേറെ. മൊയ്തീൻ ഷേഖിനോട് ചോദിച്ചാൽ കിട്ടൂല, പക്ഷെ ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് തരും. ഏതാണെന്നുണ്ടെങ്കിലും ഇവിടെ ഇനി പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ ഫതാവ മഹിയസുന്ന കേട്ടോ. ഇനി വല്യുസ്താദിന്റെ നമുക്ക് നിർത്തുമ്പോൾ അങ്ങനെ ബർക്കത്തിന് വേണ്ടിയിട്ട് വല്യുസ്താദിനെ കൊണ്ട് നിർത്താം. ഫതാവ മഹിയസുന്നയിൽ പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ ഒരു ആയത്ത് കൊണ്ടുവരുന്നുണ്ട്. എന്തിനാ ആയത്ത് കൊണ്ടുവരുന്നത്? ഇതിനെ അല്ലാത്തവരോട് പ്രാർത്ഥിക്കാനും വേണ്ടി തന്നെയാണ് സംഗതി കൊണ്ടുവരുന്നത്. അപ്പോ അദ്ദേഹം ഓതുന്നൊരു ആയത്തുണ്ട്. ആ ആയത്ത് ഏതാണ്? സൂറത്ത് ഇസ്രായിലെ 57-ാമത്തെ ആയത്താണ്. എന്താണ് അതിന്റെ അറബി? ഉലായിക്കല്ലദീന യദ്ഊന എന്നാണ് ആയത്ത് തുടങ്ങുന്നത്. അപ്പൊ ആ യദ്ഊന എന്ന് പറയുന്ന പദത്തിന് മുജാഹിദുകൾ കൊടുക്കുന്ന അർത്ഥം അല്ലേ? കള്ളം പറയുന്നവര്, പാച്ച നുണ പറയുന്ന ദജ്ജാലുകൾ കൊടുക്കുന്ന അർത്ഥം ഉണ്ടല്ലോ, ആ അർത്ഥം കൊടുക്കുന്നത് ആരാ? ഒന്ന് കേട്ടളി. ആരാണ് ആ അർത്ഥം കൊടുക്കുന്നത്? ശരിക്കും ശ്രദ്ധിച്ചോ. ഇതാ വളരെ വ്യക്തമായി കൊണ്ട് തന്നെ പറയുകയാണ് അദ്ദേഹം. സൂറത്ത് ഇസ്രാ 57 എന്ന് നോട്ട്സ് കൊടുത്തുകൊണ്ട് തന്നെ അവർ ബ്രാക്കറ്റിൽ മുശ്രിക്കുകൾ, വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ, മുശ്രിക്കുകൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ. പടച്ചോനെ ഇത് മലയാളല്ലേ? ഇനിയിപ്പോ ഇത് വേറെ എന്തെങ്കിലും ആണോ? ഞാൻ അതിനെ മുഴുവണ്ണത്തിന് നിഷേധിക്കോ?
എന്നിട്ട് വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ ആരാധ്യന്മാർ, തന്നെ അവരെക്കാൾ അടുത്തവരെ കൊണ്ട് അള്ളാഹുവിലേക്ക് ഇടതേടുന്നവരാകുന്നു. എന്താ പ്രയോഗിച്ചത്? മുശ്രിക്കുകൾ എന്നുള്ളത് ബ്രാക്കറ്റിൽ കൊടുത്തപ്പോ എന്നാ വിളിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് വേറെന്തെങ്കിലും അർത്ഥം കൊടുത്തുരാഞ്ഞോ? അപ്പൊ അവിടെയും ദായദു എന്ന് പറയുന്ന പദത്തിന് കൊടുത്തത് എന്താണ്? വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ. ഈ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ സ്ഥിതി ഒന്ന് പറഞ്ഞ കുട്ടിയെ? അതിലൊരു നോണുണ്ട്. ഈ വിളിച്ചു പ്രാർത്ഥന എന്നുള്ളൊരു വാക്ക് മലയാളത്തിലും ഇല്ല, അറബിയിലും ഇല്ല. എവിടെപ്പാ നോണുള്ളത്? ഫത്താവ മുഹയ്യസുന്നയിലോ, അതോ ജൗഹറത്ത് തൗഹീദിലോ, അതോ റിസാലയിലോ, അതോ കൊട്ടപ്പുറം സംവാദം എന്ന് പറയുന്ന പുസ്തകത്തിലോ? എവിടെപ്പാ നോണുള്ളത് കുട്ടിയെ? അതൊരു നോണയാണ്. പോസ്റ്റ് എന്നോ കാല് എന്നോ പറയാം. പോസ്റ്റും കാല് എന്ന് പറയുന്ന ഒരു കലാപരിപാടി ഇംഗ്ലീഷിലും ഇല്ല, മലയാളത്തിലും ഇല്ല. അതെ, പൊന്മളക്കൊന്ന് വിളിച്ചുകാണ്ട് പറഞ്ഞു കൊടുത്തലാ, കാന്തപുരത്തിനൊന്ന് വിളിച്ചുകാണ്ട് പറഞ്ഞു കൊടുത്തലാ, റിസാലന്റെ പത്രാധിപർക്കൊന്ന് വിളിച്ചുകാണ്ട് പറഞ്ഞു കൊടുത്തലാ കേട്ടോ. അല്ലാതെ ഞങ്ങളോട് മേക്കെട്ട് കയറിയിട്ട് യാതൊരു കാര്യമില്ലല്ലോ. കൊട്ടപ്പുറം സംവാദം എന്ന് പറയുന്ന പുസ്തകത്തില്, അതുപോലെ ഇമ്പിച്ചിക്കോയ തങ്ങളുടെ പരിഭാഷയില്, അതുപോലെ തന്നെ റിസാലയില്, ജൗഹറത്ത് തൗഹീദില്, ഫതാവ മുഹയ്യസുന്നയിൽ, ഈ 5 കിതാബുകളിൽ എഴുതിയത് നിഷേധിക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ? ഇത് പിടിക്കപ്പെടും. ഇത് മുജാഹിദുകൾ ഇതിന്റെ നേർ രേഖ, ഇതിന്റെ യാഥാർത്ഥ്യം വളരെ വ്യക്തമായി കൊണ്ട് പറഞ്ഞു കൊടുക്കുമെന്ന വ്യക്തമായ ബോധ്യം നിനക്ക് ഉള്ളത് കൊണ്ട് തന്നെയാണ് നീ എന്ത് പറയുന്നത്? മുജാഹിദുകൾ പറയുന്നത് കേൾക്കാൻ പോകണ്ട, കാണാൻ പോകണ്ട, പഠിക്കാൻ പോകണ്ട എന്ന് വളരെ വ്യക്തമായി കൊണ്ട് നീ കുഞ്ഞാടുകളോട് പറയുന്നത്. അതുകൊണ്ട് തന്നെയല്ലേ? ഇൻഷാ അള്ളാ അവസാനിപ്പിക്കുന്നു. നിന്റെ കളവുകൾ ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ ഞങ്ങൾ പൊളിച്ചെടുക്കും. ഞങ്ങൾക്കൊരു ബാധ്യതയുണ്ട്, അത് ഞങ്ങൾ നിർവഹിക്കും. നിങ്ങൾക്ക് കേൾക്കാം, കേൾക്കാതിരിക്കാം, പക്ഷേ ഞങ്ങൾക്കുള്ള ബാധ്യത ഞങ്ങൾ നിർവഹിക്കും. ഈ തെറ്റിദ്ധാരണകൾ ആളുകളോട് ഞങ്ങൾ പറഞ്ഞു കൊടുക്കും ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.